Dear students, have a nice time. Today our topic of discussion is equations of planes in space. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ ഒരു ലൈന് ഫിക്സ് ചെയ്യാൻ നമുക്ക് ആ ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ 3 ഡയമെൻഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് എന്ന ലൈനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റും ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്ററും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ലൈന് ഫിക്സ് ചെയ്യാനാവും. അതായത് ലൈനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റും ലൈനിൻ്റെ ഡയറക്ഷനും ലഭിച്ചാൽ എന്നർത്ഥം. സോ ഈ വെക്റ്റർ പാരലൽ വെക്റ്റർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സെറ്റ് കെ ആണെന്ന് വിചാരിക്കാം. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് പ്ലസ് സി ടി. ഇത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ്. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ സിമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫോമിലും എഴുതാം. സോ ഒരു ലൈന് സ്പേസിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റും ലൈന് പാരലൽ ആയിട്ട് നിൽക്കുന്ന ഒരു വെക്റ്ററും ലഭിച്ചാൽ മതിയാവും. അതേപോലെ നമുക്കൊരു പ്ലെയിനിനെ ഫിക്സ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു പ്ലെയിൻ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടി വരാം. പ്ലെയിനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റ് എന്തായാലും വേണ്ടി വരും. ഇനി ഈ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പി നോട്ട് പി എന്നത് ഈ പ്ലെയിനിൽ കിടക്കുന്ന ഒരു വെക്റ്ററാണ്. ഇതിന് പാരലൽ ആയിട്ടുള്ള ഈ പ്ലെയിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്റ്ററാണ്. പക്ഷേ അതുപോലെ ഈ ഇതേ പ്ലെയിനിൽ എനിക്ക് ഒന്നിലധികം വെക്റ്റേഴ്സ് പല ഡയറക്ഷനിൽ ഈ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരയ്ക്കാനാവും. അതുകൊണ്ട് തന്നെ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ പ്ലെയിന് ഫിക്സ് ചെയ്യാനാവില്ല. പകരം ഈ ഒരു പ്ലെയിന് ഫിക്സ് ചെയ്യണമെങ്കിൽ പ്ലെയിനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റും ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന ഒരു വെക്റ്ററുമാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സ്പേസിലുള്ള ഈ പ്ലെയിനിനെ നമുക്ക് ഫിക്സ് ചെയ്ത് നിർത്താനാവും. പ്ലെയിനിലുള്ള ഒരു പോയിന്റും ആ പ്ലെയിനിൽ നോർമലായിട്ട് നിൽക്കുന്ന നോർമൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു വെക്റ്ററും. So a plane in space is uniquely determined by specifying a point x naught y naught z naught lying in the plane and a vector n equal to abc that is normal to it or perpendicular to it. ലൈനിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ലൈനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റും ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്ററുമായിരുന്നു വേണ്ടത്. പ്ലെയിന് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ പ്ലെയിനിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റും പ്ലെയിനിന് നോർമലായി നിൽക്കുന്ന ഒരു വെക്റ്ററുമാണ് ആവശ്യമുള്ളത്. To find the equation of the plane, let p of x, y, z be any point in the plane. Then the vector p naught p must be orthogonal to n. ഈ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യുന്നത് പ്ലെയിനിൻ്റെ മുകളിലുള്ള ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുന്നു p of x, y, z. Then we draw a vector connecting p naught and p. p naught എന്ന് പറഞ്ഞ പോയിന്റ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റ് ആണ്. പ്ലെയിനിൻ്റെ മുകളിലുള്ള നമ്മൾ ഫിക്സ് ചെയ്ത പോയിന്റ് ആണ് x naught, y naught, z naught. അവിടെ നിന്ന് p എന്ന ആർബിട്രറി പോയിന്റിലേക്ക് നമ്മളൊരു വെക്റ്റർ വരയ്ക്കുന്നു. ഓക്കെ, സോ ഇത്തരത്തിലൊരു വെക്റ്റർ വരച്ചാൽ ഈ വെക്റ്റർ ഈ പ്ലെയിനിൻ്റെ സർഫസിലുള്ള ഒരു വെക്റ്ററായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്റ്ററും നമ്മൾ വരച്ച പി നോട്ട് പി എന്ന വെക്റ്ററും പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The vector p naught p must be orthogonal to the normal vector n. But two vectors are orthogonal if and only if their dot product is equal to 0. വെക്റ്റർ അനാലിസിസ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് വെക്റ്റേഴ്സ് പാരലൽ ആവണമെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്. രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആവുകയാണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. സോ ഇവിടെ n p നോട്ട് p രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണ്. സോ their dot product equal to 0. And what is the vector n here? n is a b c and the vector p naught p is p എന്നത് എക്സ് വൈ സെഡ് ആണ്. പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ആണ്. സോ വെക്റ്റർ പി നോട്ട് പി ഇസ് എക്സ് മൈനസ് എക്സ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ എൻ ഡോട്ട് പി നോട്ട് പി ഈക്വൽ ടു 0 or we have a b c dot x minus x naught y minus y naught set minus set naught equal to 0. And how can we take the dot product? We know a1 b1 c1 is a vector dot product with a2 b2 c2 will give the answer a1 a2 plus b1 b2 plus c1 c2. This is the way of taking dot product of two vectors. Corresponding components multiply ചെയ്യുന്നു, add ചെയ്യുന്നു. Okay, so here we have a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. So this is the equation of the plane
passing through the point x0, y0, z0 and normal to the vector a, b, c. So let us have the standard form of the equation of a plane. The standard form of the equation of a plane containing the point p0 of x0, y0, z0 and having the normal vector n equal to a, b, c is a into x minus x0 plus b into y minus y0 plus c into z minus z0 equal to 0. So let us have an example. Find an equation of the plane containing the point p0 of 3 minus 3, 2 and having a normal vector n equal to 4, 2, 3. 4, 2, 3 എന്ന വെക്ടർ നമ്മുടെ ആവശ്യമുള്ള പ്ലെയിനിന് നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരു വെക്ടറാണ്. പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ 3 മൈനസ് 3, 2 എന്ന് തന്നിരിക്കുന്നത്. ഹിയർ x0 equal to 3, y0 equal to minus 3 and z0 equal to 2. 3 minus 3, 2 എന്ന പോയിന്റിലൂടെയാണ് നമ്മൾ പ്ലെയിന് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. So this is a point on the plane. So we have x0, y0, z0 here. And this plane is normal to the vector n equal to 4, 2, 3. This is a normal vector. So we have a equal to 4, b equal to 2 and c equal to 3. Therefore equation of the plane is given by a into x minus x0 plus b into y minus y0 plus c into, c is 3 here, 3 into z minus z0 equal to 0. Or the equation is 4x plus 2y plus 3z. ഇവിടെ ഫസ്റ്റ് ഉള്ള ടേംസ് മാത്രം ഞാൻ ആദ്യം എഴുതിയിരിക്കുകയാണ്. 4x plus 2y plus 3z. ഇനി നമുക്ക് കോൺസ്റ്റന്റ് ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് ഇവാലുവേറ്റ് ചെയ്യാം. നെഗറ്റീവ് 12, ഹിയർ ഇറ്റ് ഈസ് പ്ലസ് 3 into 2 is plus 6, minus 6 equal to 0, or you have minus 12 equal to 0. So here we have 4x plus 2y minus 3z minus 12 equal to 0, or this is equal to 12. So this is the required equation of the plane. Now to find the x-intercept, you have to put y equal to 0 and z equal to 0 in this equation. So you have 4x equal to 12. So it is x equal to 3. To find the y-intercept, you have to put x equal to 0 and z equal to 0. So you have 2y equal to 12 or y equal to 6. Finally, to find the z-intercept, you have to put x equal to 0 and y equal to 0. So you have 3z equal to 12 or z is equal to 4. So the x, y and z intercepts are x equal to 3, y equal to 6 and z equal to 4. ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയിന് സ്കെച്ച് ചെയ്യാനാകും. സ്കെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇന്റർസെപ്റ്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്യുന്നു. എക്സ് 3, വൈ 6, z equal to 4. ആ പോയിന്റ്സ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. 300 എന്ന പോയിന്റിലാണ് എക്സിനെ ഇന്റർസെക്ട് ചെയ്യുന്നത്, വൈനെ ഇന്റർസെക്ട് ചെയ്യുന്നത് 060 എന്ന പോയിന്റിൽ, സെറ്റിനെ 004. ഈ 3 പോയിന്റ്സ് ചേർത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ആണ് നമുക്ക് ആവശ്യമുള്ള 4x plus 2y plus 3z equal to 12 എന്ന പ്ലെയിൻ. Here we have some exercise problems. Find the equation of the plane that has the normal vector n and passes through the given point. ഫസ്റ്റ് പ്രോബ്ലത്തിൽ പോയിന്റ് തന്നിരിക്കുന്നത് 2, 1, 5 ആണ്. അവിടെ വെച്ച് നമുക്ക് എന്താണ് x0, y0, z0 എന്ന് എഴുതാം. x0 equal to 2, y0 equal to 1 and z0 equal to 5. And the normal vector is n equal to 1, 2, 4. So we have a equal to 1, b equal to 2 and c equal to 4. The equation of the plane is a into x minus x0 plus b into y minus y0 plus c into z minus z0 equal to 0. So the equation is x plus 2y plus 4z. Then here we have minus 2, minus 2, minus 20. So we have minus 24 equal to 0. Or you have x plus 2y plus 4z equal to 24. This is the equation of the required plane. Another problem. Find the equation of the plane passing through the point minus 1, 3, minus 2 and normal to the vector I minus 2j plus k. So here we have x0 equal to minus 1, y0 equal to 3 and z0 equal to minus 2. And the normal vector n is given in this form. Here it means that it's a point 1, minus 2, 1. The normal vector can be represented in this form as 1, minus 2, 1. That is the only difference. So here a equal to 1, b equal to minus 2 and c equal to 1. The equation of the plane is
a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. Or we have x minus 2y plus z, the constants are actually 1 plus 6 plus 2, that is plus 9. So it is plus 9 equal to 0. So this is the equation of the corresponding plane. Another problem, find an equation of the plane containing the points p of 3 minus 1 1, q of 1 4 2 and r of 0 1 4. ഇവിടെ പ്ലെയിനിലുള്ള ഒരു പോയിന്റും പ്ലെയിനിൻ്റെ ഒരു നോർമൽ വെക്റ്ററും തരുന്നതിന് പകരം പ്ലെയിനിലുള്ള 3 പോയിന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ പ്ലെയിനിലുള്ള ഒരു പോയിന്റിന് പകരമായി നമുക്ക് പി ഓഫ് 3 മൈനസ് 1 1 എന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് പ്ലെയിനിൻ്റെ ഒരു നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഇതിനായി നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയിനിലുള്ള 3 ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ്. പി ക്യു ആർ എന്ന 3 ഡിഫറെൻറ്റ് പോയിന്റ്സ്. ഈ 3 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പി ക്യു എന്ന വെക്റ്റർ കണ്ടുപിടിക്കാനാവും, പി ആർ എന്ന വെക്റ്ററും കണ്ടുപിടിക്കാനാവും. ഈ രണ്ട് വെക്റ്റേഴ്സും ശരിക്ക് പി സ്റ്റാർട്ടിംഗ് ആയുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നു. Cross product of the vectors PQ and PR are in the direction normal to the plane containing the vectors PQ and PR. ഈ രണ്ട് വെക്റ്റേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടായിരിക്കും പി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ പി ക്യു ക്രോസ് പി ആർ എന്ന വെക്റ്റർ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിലാണ് ഈ പി ക്യു പി ആർ എന്ന രണ്ട് വെക്റ്റേഴ്സ് നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പ്ലെയിന് പാരലൽ ആയിട്ടാണ് ഈ രണ്ട് വെക്റ്റേഴ്സും ഉള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്ററാണ്. സോ ഇറ്റ് ഈസ് ഇനഫ് ടു ഫൈൻഡ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വെക്റ്റേഴ്സ് പി ക്യു ആൻഡ് പി ആർ. ഇറ്റ് വിൽ ബി നോർമൽ ടു ദ പ്ലെയിൻ. സോ ആദ്യം നമ്മൾ പി ക്യു എന്ന വെക്റ്റർ കണ്ടുപിടിക്കുന്നു. പി ഈസ് ദ പോയിന്റ് 3 മൈനസ് 1 1 ആൻഡ് ക്യു ഈസ് 1 4 2. സോ വാട്ട് വിൽ ബി ദ വെക്റ്റർ പി ക്യു? ദാറ്റ്സ് ഈക്വൽ ടു ഒ ക്യു മൈനസ് ഒ പി. Here the first coordinate is 1 here, 1 minus 3, comma 4 minus minus 1, comma 2 minus 1. So the vector is minus 2 5 1. Okay. Likewise you have to find PR also. PR is 0 minus 3, that is minus 3, 1 minus minus 1, that is 2, 4 minus 1, that is 3. സോ ഈ 3 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിൽ നിൽക്കുന്ന രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വെക്റ്റേഴ്സ്. ദാറ്റ് റിസൾട്ടിംഗ് വെക്റ്റർ വിൽ ബി നോർമൽ ടു ദ പ്ലെയിൻ. സോ ലെറ്റ് n ഈക്വൽ ടു പി ക്യു ക്രോസ് പി ആർ. ഐ ജെ കെ, ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ -2 5 1 -3 2 3. ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ വെക്റ്റർ ലൈക്ക് ദിസ്. ഹൗ ക്യാൻ വി ഇക്വേറ്റ് ദ determinant? It is I into this one 15 minus 2 minus j into 1 into minus 3, that is minus 3. So here it is plus minus 3 minus minus 6 plus k into minus 4 minus minus 15. So it is actually 13i plus 3j plus 11k. So that is a vector which is a cross product of these two vectors PQ and PR, and this vector will be normal to the required plane. So ഇപ്പോൾ നമുക്ക് പ്ലെയിനിലുള്ള ഒരു പോയിന്റും ആ പ്ലെയിനിൻ്റെ ഒരു നോർമൽ വെക്റ്ററും ലഭിച്ചു കഴിഞ്ഞു. So we have x naught equal to 3, y naught equal to -1, z naught equal to 1, a equal to 13, b equal to 3 and c equal to 11. സോ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0. So on simplification we have the equation of the plane here, 13x plus 3y plus 11z equal to 47. So ഇതുപോലെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാണാനായി നമുക്ക് പ്ലെയിനിലുള്ള 3 ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ദ വെക്റ്റേഴ്സ് പി ക്യു ആൻഡ് പി ആർ വിച്ച് ലൈസ് ഓൺ ദ പ്ലെയിൻ. നൗ വി വിൽ ഫൈൻഡ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദോസ് ടു വെക്റ്റേഴ്സ്. ദെൻ വി വിൽ ഗെറ്റ് ദ വെക്റ്റർ നോർമൽ ടു ദ പ്ലെയിൻ. പ്ലെയിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്ററും പ്ലെയിനിലുള്ള ഒരു പോയിന്റും ലഭിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ലെറ്റ് us have one more problem of the same type. Here the 3 points are given as 1 0 -2, 1 3 2
and 2, 3, 0. Let the points be P, Q, R. Okay, first of all you have to find the vectors P, Q and Q, R. P, Q equal to OQ minus OP, that is 1 minus 1, comma 3 minus 0, 2 minus minus 2. So that's equal to 0, 3, 4. And the vector PR equal to OR minus OP, that is 2 minus 1, comma 3 minus 0, 0 minus minus 2. So the vector is 1, 3, 2. Now we have to find PQ cross PR. That's a normal vector which is normal to the required plane. So this is equal to determinant IJK 0, 3, 4, 1, 3, 2. Equating the determinant, we have I into 6 minus 12 plus j into 4 minus 0 plus k into 0 minus 3. So this is equal to minus 12i plus 4j plus, it is minus 3k. So this is the normal vector to the plane. Now we can consider the point in the plane as P, which is x naught equal to 1, y naught equal to 0 and z naught equal to negative 2. And the normal vector A equal to minus 12, B equal to 4, C equal to minus 3. Here minus 12, 4 and minus 3. Okay. So equation of the plane is A into x minus x naught plus B into y minus y naught plus C into z minus z naught equal to 0. Or you have minus 12x plus 4y minus 3z. Then the constants are 12, then 0, minus 6. That is 6. So we have plus 6 equal to 0. Or you may write the equation of the plane as 12x minus 4y plus 3z minus 6 equal to 0. If you want to make the coefficient of x as positive. Okay, so this is the equation of the required plane. In the similar manner, you may try to find the equation of the plane passing through these 3 points. Another set of problems. Find an equation of the plane that passes through the given point and is parallel to the given plane. നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയിനിലുള്ള ഒരു പോയിന്റും ആ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിനുമാണ്. ഇവിടെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ നമ്മളിപ്പോൾ പറഞ്ഞത് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ഈ ഫോമിലാണ്. ഈ ഇക്വേഷനെ നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ ഇറ്റ് ബിക്കംസ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെറ്റ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡി എന്ന് വിളിക്കാം. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് പ്ലസ് സി സെറ്റ് നോട്ട്, അതാണ് ഈ ഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ എന്നത് ജനറൽ ആയിട്ട് ഈ ഒരു ഫോമിലാണ് നമുക്ക് എഴുതാനാവുക. ഇതിൽ എക്സ് വൈ സെഡിൻ്റെ കൊയിഫിഷ്യൻസ് ശ്രദ്ധിച്ചാൽ അതാണ് ആക്ച്വലി നോർമൽ വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്ന എ ബി സി എന്നത്. അതിനാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇത്തരത്തിൽ ഒരു ജനറൽ ഫോമിൽ തന്നിരുന്നാൽ ഇത് നോക്കി നമുക്ക് ഈ പ്ലെയിനിന് നോർമലായി നിൽക്കുന്ന വെക്റ്റർ എഴുതാനാവും. ദാറ്റ് വിൽ ബി ദ കൊയിഫിഷ്യൻസ് എ ബി സി ചേർത്ത് നമ്മൾ വെക്റ്റർ ഉണ്ടാക്കിയാൽ മതിയാവും. ഹിയർ ദ വെക്റ്റർ എ ബി സി വിൽ ബി നോർമൽ ടു ദിസ് പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലെയിന് തന്നിട്ടുണ്ട് 2x പ്ലസ് 3y മൈനസ് സെറ്റ് ഈക്വൽ ടു 4. ആക്ച്വലി ഈ കാണുന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയാൽ മതിയാവും? ഇറ്റ് വിൽ ബി ദ വെക്റ്റർ n ഈക്വൽ ടു 2, 3, -1 കോയിഫിഷ്യൻസ് ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള പ്ലെയിന്, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട പ്ലെയിന് ഈ കാണുന്ന പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. രണ്ട് പ്ലെയിൻസ് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്റ്റർ നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിനും നോർമൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ലൈനിൻ്റെ കേസിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ലൈന് വരച്ചു, ആ ലൈന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ലൈന് വരച്ചു എന്ന് വിചാരിക്കാം. ആദ്യത്തെ ലൈനിന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഇതിന് പാരലൽ ആയിട്ടുള്ള രണ്ടാമത്തെ ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുപോലെ 3 ഡയമെൻഷനായിട്ട് ആലോചിച്ച് നോക്കിയാൽ രണ്ട് പ്ലെയിൻസ് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പ്ലെയിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ വരച്ചാൽ അത് രണ്ടാമത്തെ പ്ലെയിനും നോർമൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ആക്ച്വലി തന്നിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിലൂടെ കടന്നു പോകുന്ന ഒരു പോയിന്റും ആ പ്ലെയിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിനുമാണ്.
ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി 2, 3, -1. Now we can simply write the equation of the plane. So here you have to conclude that in problem 27 you conclude that 3, 6, -2 is a point on the plane and 2, 3, -1 n equal to 2, 3, -1 is a vector normal to it. ഇതാണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആകെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഇത് രണ്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ you can write the equation of the plane as a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. So here x naught equal to 3, y naught equal to 6 and z naught is equal to -2 and a equal to 2, b equal to 3, c equal to -1. So equation of the plane is a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. So the answer is 2x plus 3y minus z. Now the constants are -6 minus 18 minus 2 equal to 0. So it is -20 minus 6 is -26 equal to 0. So this is the required equation of the plane. So ഈ സെറ്റ് ഓഫ് പ്രോബ്ലത്തിൽ എല്ലാം തന്നെ ഈ ഫോമിലാണ് തന്നത്. പ്ലെയിനിലൂടെ കടന്നു പോകുന്ന പ്ലെയിനിലുള്ള ഒരു പോയിന്റും ആ പ്ലെയിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിനും. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിൻ്റെ നോർമൽ വെക്റ്റർ നമുക്ക് കണ്ടുപിടിക്കാം. കോയിഫിഷ്യൻസ് ഓഫ് എക്സ് വൈ സെറ്റ് നോക്കിയാൽ മതി. സോ ഹിയർ ദ നോർമൽ വെക്റ്റർ ടു ദിസ് പ്ലെയിൻ ഇസ് 2, 3, -1 and this vector will be normal to the required plane also. So രണ്ടാമത്തെ പ്രോബ്ലം ആണെങ്കിൽ ഇതുപോലെ രണ്ടാമത്തെ ഈ പ്രോബ്ലം പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് 2, -1, 0. നോർമൽ വെക്റ്റർ will be 1, -2, -3. Okay, likewise you can proceed the following problems. Another type of problem, find an equation of the plane that passes through the given point and contains the given line. ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആകെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ആ പ്ലെയിനിലുള്ള ഒരു പോയിന്റും പ്ലെയിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്ററുമാണ്. ആ വെക്റ്റർ കണ്ടുപിടിക്കാൻ ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് 1, 3, 2. ആ പോയിന്റിനെ നമ്മൾ പി എന്ന് വിളിക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ പ്ലെയിനിലുള്ള ഒരു ലൈനാണ്. ഈ വരച്ചിരിക്കുന്ന ലൈന് ഈ പ്ലെയിനിൽ കിടക്കുന്നതായ ഈ പ്ലെയിനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൈനാണ് വരച്ചിരിക്കുന്നത്. ലൈനിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് 1, -1, 3. ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ആണ്. ടിയുടെ കോയിഫിഷ്യൻസ് നോക്കിയാൽ മതി 1, -2, 2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. സോ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ലൈൻ പ്ലെയിനിന് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് 1, -1, 3 ആൻഡ് ദിസ് ലൈൻ ഈസ് പാരലൽ ടു ദ വെക്റ്റർ 1, -2, 2. വെക്റ്റേഴ്സ് എഴുതുന്ന സമയത്ത് ഇതുപോലെയുള്ള ബ്രാക്കറ്റ്സും പോയിന്റ്സിന് ഇതുപോലെയുള്ള ഓപ്പൺ ബ്രാക്കറ്റ്സും യൂസ് ചെയ്യാം പരസ്പരം തിരിച്ചറിയാനായിട്ട്. സോ ഇത്രയും ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ പ്ലെയിനിലുള്ള ഒരു പോയിന്റും ഈ പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്ററുമാണ്. ഇവിടെ നമുക്ക് ഒരു വെക്റ്റർ ഓൾറെഡി ഉണ്ട്, വി എന്ന വെക്റ്റർ. ഈ വെക്റ്റർ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്റ്റർ ആയതുകൊണ്ട് ഇത് ആക്ച്വലി ഇതേ പ്ലെയിനിൽ തന്നെയുള്ള ഒരു വെക്റ്ററാണ്. നമുക്ക് ഈ പ്ലെയിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ വേണമെങ്കിൽ ഈ പ്ലെയിനിലുള്ള 2 വെക്റ്റേഴ്സ് ലഭിച്ചാൽ മതി. ഇതേ പ്ലെയിനിലുള്ള 2 വെക്റ്റേഴ്സ് നമുക്കറിയാമെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിന് നോർമൽ ആയിട്ടുള്ള വെക്റ്റർ നമുക്ക് കണ്ടുപിടിക്കാം. 2 വെക്റ്റേഴ്സിൽ ഒരു വെക്റ്റർ ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ദിസ് വെക്റ്റർ വി ലൈസ് ഓൺ ദിസ് പ്ലെയിൻ. And you may see that if we join these 2 points, let this point be Q. Now the vector PQ also lies on this plane. അപ്പോൾ ഈ പ്ലെയിനിലുള്ള 2 വെക്റ്റേഴ്സ് ആണ് PQ എന്ന വെക്റ്ററും V എന്ന വെക്റ്ററും. Okay, so we will get the cross product of these 2 vectors as the normal vector to this plane. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടി വരിക. So here you may note that since x equal to 1 plus t, y equal to -1 minus 2t, z equal to 3 plus 2t lies on the plane, q of 1, -1, 3 is a point on the plane and the vector 1, -2, 2 will be parallel to this plane. ഇവിടെ v എന്ന വെക്റ്റർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതേ പ്ലെയിനിൽ തന്നെ നിൽക്കണമെന്നും നിർബന്ധമില്ല. ഈ പ്ലെയിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ആയാലും മതി. Now we will find the vector pq which is equal to oq minus op.
Q has the coordinates 1, minus 3, 2. P is the point here, 1, 3, 2. So OQ is equal to 1, minus 1, comma, minus 1, minus 3, comma, 3, minus 2. So the vector is, sorry, you may denote the vector in this way. It is not the open bracket. You have to express in this way. So the vector is 0, minus 4, 1. Now we have to find the cross product PQ cross V. PQ cross V will be a vector normal to the plane. So let this vector V. So what will be PQ cross V? Is equal to determinant ijk. The components of PQ are 0, minus 4, 1. Components of V are 1, minus 2, 2. Equating the determinant, we have I into minus 8, minus of minus 2, that is plus 2, plus j into 1 minus 0, plus k into 0 minus minus 4, that is 0 plus 4. So the vector is minus 6i plus j plus 4k. Now this is actually the vector n, which is normal to the surface of the normal to the plane. Therefore equation of the plane is a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. Here the point x naught, y naught, z naught is given by the point 1, 3, 2. So x naught equal to 1, y naught equal to 3 and z naught equal to 2. And we have a equal to minus 6, here the vector n, b equal to 1 and c equal to 4. So the answer is minus 6 into x minus 1 plus 1 into y minus 3 plus c, that is 4 into z minus 2 equal to 0. So the answer is minus 6x plus y plus 4z. Now we have 6 minus 3 minus 8, that is 3 minus 8, that is minus 5 equal to 0. So this is the equation of the required plane. So ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയിനിലുള്ള ഒരു പോയിന്റും ആ പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൈനുമാണ്. ലൈനിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിലുള്ള ഒരു പോയിന്റ് ലഭിക്കും. ദാറ്റ് ഈസ് 1, minus 1, 3 ഹിയർ. കൂടാതെ ആ ലൈന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്ററും നമുക്ക് ലഭിക്കും. ഈ ലൈന് നമ്മളുടെ ഈ പ്ലെയിനിൽ നിൽക്കുന്ന ലൈൻ ആയതുകൊണ്ട് ഈ വെക്റ്റർ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള വെക്റ്റർ കൂടിയായിരിക്കും. സോ ഈ വെക്റ്റർ നമുക്ക് ലഭിച്ചു. പി ക്യു എന്ന രണ്ട് പോയിന്റ്സ് ഇപ്പം നമ്മളെ മുമ്പിലുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പി ക്യു എന്ന വെക്റ്റർ ഉണ്ടാക്കുന്നു. സോ വിൽ ഗെറ്റ് 2 വെക്റ്റേഴ്സ് പാരലൽ ടു ദിസ് പ്ലെയിൻ. Now we will find PQ cross V, then we will get the normal vector. Okay, then പ്ലെയിനിലുള്ള ഒരു പോയിന്റും നോർമൽ വെക്റ്ററും ലഭിച്ചു കഴിഞ്ഞാൽ we can write the equation of the plane. So using the procedure, you may try to do the second problem here. Today let us stop here. In the next class, we will study about parallel and perpendicular planes.